കർത്തൃനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഗോസ്പൽ മിനിസ്ട്രിയിലെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്നു മുതൽ ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവസഭയെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ വളരെ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്, സഭ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകുമോ? മഹോപദ്രവമെന്നും മഹാപീഡനമെന്നും പറയാം. സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമോ എന്ന ഒരു ചോദ്യം ഇന്ന് അനേകരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പല വാഗ്വാദങ്ങളും തർക്കങ്ങളും അതുപോലെ ചില സംവാദങ്ങളും ചില സിംബോസിയങ്ങളൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഞാനും അതിൽ സംബന്ധിച്ചിട്ടുണ്ട്. അന്നു മുതൽ ഇന്നു വരെ ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഈ വിഷയത്തിൽ അനേകർക്ക് ഉള്ളതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു തെളിമയാർന്ന ഉപദേശ സത്യം, അതിൻ്റെ ചില ക്ലാസുകൾ ഈ വേദിയിൽ ഒന്ന് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, സഭ എന്നാൽ എന്ത്? എൻ്റെ കേൾവിക്കാർക്ക് പലർക്കും സഭ എന്നാൽ എന്ത് എന്ന് അറിയാം. എങ്കിലും ഞാൻ ഈ വിഷയത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനത്തിൽ ആ കാര്യം ഒന്ന് ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് സഭ? വാട്ട് ഈസ് ചർച്ച്? യേശുക്രിസ്തു പറഞ്ഞു, പത്രോസിനോടാണ് പറഞ്ഞത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ കൈയടക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അല്ലെങ്കിൽ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. പത്രോസ് പാറയാണെന്ന് കർത്താവ് പറഞ്ഞോ? ഇന്ന് പല ആളുകളും വിചാരിക്കുന്നത് പത്രോസാണ് പാറ, അങ്ങനെ കർത്താവ് പറഞ്ഞു എന്നാണ്. എന്നാൽ ഞാൻ അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സത്യം മനസ്സിലാകും. ഞാൻ ആ വേദഭാഗം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ശരിക്കും 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. എന്നാൽ സമയചുരുക്കം കൊണ്ട് ഞാൻ അതിൻ്റെ പ്രസക്ത ഭാഗം മാത്രം ഒന്ന് പറഞ്ഞു പോകാം. അതായത്, യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് ചോദിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു? അപ്പോൾ ചിലര് യെരമ്യാ പ്രവാചകനെന്നും ചിലർ ഏലിയാവെന്നും അതുപോലെ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും യോഹന്നാൻ സ്നാപകനെന്നും ഒക്കെ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ കർത്താവിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ ശീമോൻ പത്രോസ് ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? Thou art the son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കണം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പത്രോസ് അവിടെ നൽകുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തായിരുന്നു കർത്താവിന്റെ പ്രതികരണം? കർത്താവ് അവനോട് പറഞ്ഞു, ബെറയോന ശീമോനെ. ബെറയോന എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. Let me ask a question. എന്തു വെളിപ്പെടുത്തിയത്? ഏത് വെളിപ്പെടുത്തിയത്? അതായത്, നീ അല്പം മുമ്പ് പറഞ്ഞല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവാണെന്ന് എന്നെ കുറിച്ച് നീ പറഞ്ഞില്ലേ? അത്. അപ്പോൾ അതുകൊണ്ട് അത് നീ തന്നെ പറഞ്ഞതല്ല,
നിനക്ക് സ്വയമായി പറയാൻ കഴിയുകയുമില്ല. സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് അനുവാദം തരാതെ, വെളിപ്പെടുത്താതെ നിനക്കത് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, പത്രോസ് എന്തു പറഞ്ഞോ അതൊരു വെളിപ്പാടായിരുന്നു, ഒരു റെവലേഷൻ ആയിരുന്നു. ആ വെളിപ്പാടാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പത്രോസ് എന്തു പറഞ്ഞോ ആ പറഞ്ഞതൊരു വെളിപ്പാടായിരുന്നു. അതാണ് ഈ പാസേജിലെ കാതലായ വിഷയം. ഏതൊരു പാസേജ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ കാതലായ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ കർത്താവ് എന്താ പറഞ്ഞേ? അതായത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന നിലയിൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയും. ഏത്? പത്രോസ് പറഞ്ഞ ആ വെളിപ്പാട്. എന്താ പത്രോസ് പറഞ്ഞ വെളിപ്പാട്? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ആ വെളിപ്പാട്, അതാണ് ഇത്. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി കർത്താവ് പറയുക, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ആ പാറ ആരാ? പത്രോസാണോ കർത്താവാണോ? ആ പാറ കർത്താവാണ്. അർത്ഥശങ്കയ്ക്ക് പോലും ഇടയില്ലാതെ വണ്ണം നമുക്ക് പറയാൻ കഴിയും, ആ പാറ ക്രിസ്തുവാണ്. തന്നെയല്ല, പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ താൻ അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. നോക്കുക, ഇനി നമുക്ക് സംശയിക്കാൻ ആവശ്യമുണ്ടോ? പത്രോസാണോ പാറ, അതോ ക്രിസ്തുവാണോ പാറ? വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, പത്രോസല്ല പാറ, ക്രിസ്തുവാണ് പാറ. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. ഇപ്പൊ എന്നോട് നീ ബെഞ്ചമിൻ ആകുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അല്ലെ, എന്റെ അടുത്ത് ജോസ് തോമസ് ഇരിക്കുന്നുണ്ട്, നീ ജോസ് തോമസ് ആണെന്ന് ആ സഹോദരനോട് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. പത്രോസിനോട് നീ പത്രോസ് ആകുന്നു എന്ന് എന്തിനാ പറഞ്ഞത്? അതിനൊരു കാരണം. പത്രോസ് ആകുന്നു എന്ന് പറയാനുള്ള കാരണം, പത്രോസ് എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. പെട്രോസ് എന്നാണ് ഗ്രീക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്രോസിന്റെ അർത്ഥം പാറ കഷണം എന്നാണ്. എ സ്മോൾ പീസ് ഓഫ് റോക്ക്, പാറ കഷണം എന്നാണ് പെട്രോസ് എന്ന വാക്കിന്റെ അർത്ഥം. അതേസമയം പിന്നെ അതിന്റെ അടുത്ത വാക്കിൽ കർത്താവ് പറഞ്ഞത് എന്താ? ഈ പാറമേൽ. അവിടെ ഉപയോഗിക്കുന്നത് ഡിഫറന്റ് ആയ ഒരു വാക്കാണ്. ഈ പെട്രാമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നീ പെട്രോസ് ആകുന്നു, പാറ കഷണമാകുന്നു. എന്നാൽ സഭ പണിയുന്നത് എവിടെയാ? ഈ പെട്രാമേൽ. അതാരാ? അത് പാറ. പാറയാരാ? ക്രിസ്തു. യേശു ക്രിസ്തുവിനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാറയാണെന്ന് പറയുന്ന അനേക വാക്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, സമയത്തിന്റെ ചുരുക്കം മൂലം. ഞാനിവിടെ സംക്ഷേപിക്കട്ടെ, ഇവിടെ നിർത്തട്ടെ. അതുകൊണ്ട് സഭ പണിതിരിക്കുന്നത് പത്രോസിലല്ല, ക്രിസ്തുവിലാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം.